ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൂസൻ സബീനാസ് റെസിപ്പി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ കൊറോണ കാലത്ത് കുഞ്ഞു മക്കളെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ സ്ഥലം ഏതാണെന്ന് ചിന്തിച്ചപ്പോൾ ഇടുക്കി ജില്ലയിൽ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നന്നായിരിക്കുമെന്ന് തോന്നി. കാരണം അടുത്ത് ഒരുപാട് ദൂരമല്ല, പക്ഷേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണെല്ലാം. അപ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ മൂന്നാറിലേക്ക് വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഞങ്ങൾ രാവിലെ തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, കോതമംഗലമൊക്കെ വഴി ഇപ്പോൾ ഇത് അടിമാലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അടിമാലിയിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിമാലിയിൽ എത്തിച്ചേർന്നിട്ട് ഞങ്ങൾ ഫുഡ് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചു, പക്ഷേ അവിടെ നിന്ന് കഴിച്ചില്ല. അതിനുവരെ പുറത്തുനിന്ന് കഴിച്ചു. പിന്നെ ടീ ഒരു സ്ഥലത്തു നിന്ന് ടീ സ്റ്റാളിൽ നിന്ന് മേടിച്ച് കഴിച്ചു. ഞങ്ങളിപ്പോൾ തന്നെ വേറെയും ട്രാവലേഴ്സൊക്കെ വന്ന് അവിടെ നിന്ന് ടീ ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോകുന്ന വഴിക്കാണ് മനോഹരമായ ചീയപ്പാറ വെള്ളച്ചാട്ടം. ചീയപ്പാറ വെള്ളച്ചാട്ടം വളരെ പ്രശസ്തമായൊരു വെള്ളച്ചാട്ടമാണ്. ഇതിന് 7 തട്ടാണുള്ളത്. ഇപ്പോൾ ഇതിന് അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്, കാണാൻ വളരെ മനോഹരമാണ്. ധാരാളം ടൂറിസ്റ്റൊക്കെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മുസ്രീസ് ചോക്ലേറ്റ് മ്യൂസിയം എന്ന ബോർഡ് കണ്ടിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അപ്പം ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു, പക്ഷേ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ വേറൊരു മനോഹരമായ കാഴ്ച ഉണ്ടായിരുന്നു, വാളറ വെള്ളച്ചാട്ടം. ഇവിടെ കുറച്ച് പാറക്കെട്ടുകളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അതും കാണാൻ വളരെ ഭംഗിയായിരുന്നു. പക്ഷേ ഇതിവിടെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. ചോക്ലേറ്റ് മ്യൂസിയത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടമൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ്. വാളറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മൂന്നാറിലേക്കുള്ള ഈ യാത്രയിൽ കാണാൻ പറ്റുന്ന മറ്റൊരു മനോഹരമായ കാഴ്ച, റോഡിൻ്റെ ഇരുവശമുള്ള കാട്ടുചെടികളിലൊക്കെ വളർന്നിരിക്കുന്ന പൂക്കളാണ്. എന്ത് ഭംഗിയാണെന്ന് അറിയാം, പൂക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാൻ. ഇതും ഈ റൂട്ടിലെ ഒരു വെള്ളച്ചാട്ടമാണ്. ചാറ്റുപാറ വെള്ളച്ചാട്ടം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമൊക്കെ തന്നെയാണ്. വെൽക്കം ടു മൂന്നാർ. മൂന്നാറിൻ്റെ അതിർത്തി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ മനോഹരമായൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ മൂന്നാറിലേക്കും ഇടുക്കിയിലേക്കും തിരിയാൻ 2 വഴികളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ വരുന്ന സഞ്ചാരികളെല്ലാവരും ഇവിടെ വണ്ടി നിർത്തി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി നിരന്നിങ്ങനെ നിൽക്കുവാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. നമ്മൾ മൂന്നാറിലോട്ട് പ്രവേശിക്കുന്ന ഈ സ്ഥലത്ത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും, അത്ര മനോഹരമാണ് ഇവിടം. ഇത് മൂന്നാർ KSRTC സ്റ്റാൻഡിനടുത്തുള്ള ഒരു യൂക്കാലിപ്സ് തോട്ടമാണ്. അപ്പോൾ ഇവിടെയും ധാരാളം സഞ്ചാരികൾ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനൊക്കെ മരമൊക്കെ അവിടെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടിയൊക്കെ ഓടിക്കളിക്കാനൊക്കെ നല്ല രസമാണ്. ജോനും ജോവിറ്റിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ഈ മരമൊക്കെ നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. കുറേ മരമൊക്കെ അവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. യൂക്കാലിപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ചതുപ്പ് നിലത്താണ് നടേണ്ടത്. ഇത് നമ്മളുടെ ഭൂമിയിൽ അണ്ടർഗ്രൗണ്ടിലെ വാട്ടറിനെ ഒരുപാട് കുറയ്ക്കും ഈ യൂക്കാലിപ്സ് ട്രീസ്. അപ്പോൾ ഇപ്പം അധികം ആരും അങ്ങനെ യൂക്കാലിപ്സ് നടാറില്ല. കാരണം ഈ മരം ഒരുപാട് വാട്ടർ വ്യോപ്പറേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാക്കുന്ന ഒരു മരമാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്.
ഇത് സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു ഗ്രൗണ്ടാണ്. അവിടെ ആൾക്കാർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഗ്രൗണ്ടാണിത്. അപ്പോൾ നമ്മൾക്കും ഇവിടെയൊക്കെ നിന്ന് അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഇതിൻ്റെ പുറവശത്ത് നല്ല മലയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും അവിടെ ഇറങ്ങി നല്ല എൻജോയ് ചെയ്യാണ്. അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ധാരാളം കടകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മൂന്നാർ വന്നു കഴിഞ്ഞാൽ മേടിക്കുന്ന ഒരു സാധനമാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്. അങ്ങനത്തെ ഒരുപാട് ചോക്ലേറ്റ്സ് ഷോപ്സ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും മേടിക്കുന്നത് ടീ ആണ്. കണ്ണൻദേവൻ്റെ നല്ല റിപ്പിൾ ടീ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. പിന്നെ പലതരത്തിലുള്ള മസാല ചായ, ഗ്രീൻ ടീ, ഇതെല്ലാം നമുക്ക് നമ്മളുടെ നാട്ടിൽ മേടിക്കുന്നതിനേലും ഇത്രയും കൂടി ലാഭത്തിന് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ ധാരാളം സ്പൈസസിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെയും കടകളൊക്കെ നമുക്കിവിടെ കാണാം. ശരിക്കും ഞങ്ങൾ ഈ മൂന്നാർ ടൗണിൽ എത്തിയപ്പോഴാണ് എവിടേക്കാണ് പോകേണ്ടതെന്ന് ശരിക്കും തീരുമാനിച്ചത്. മാട്ടുപ്പെട്ടിക്കാണോ അല്ലെങ്കിൽ കാന്തല്ലൂർക്ക് പോകണോ അല്ലെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകുന്നോ? അപ്പം ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകാമെന്നാണ്. കാരണം ഈ മൂന്നാർ ടൗണിൽ നിന്ന് വലിയ ദൂരമില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അത് വരയാടിനെയൊക്കെ കാണാനൊരു അവസരമാവും. അപ്പം ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇരവികുളം നാഷണൽ പാർക്കാണ്. ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൽ പാർക്കിംഗ് ഏരിയയിൽ വണ്ടിക്ക് നിർത്തിയതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, പിന്നെ നമുക്ക് വെയിറ്റിംഗ് ഷെഡുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ വെയിറ്റിംഗ് ഷെഡിൽ വന്നിരിക്കാം. അവിടെ നിന്ന് ഈ ഒരു ബസ് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ടാണ് ഈ നാഷണൽ പാർക്കിൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ബസ്സിൽ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര മനോഹരമാണ്. പ്രകൃതിയുടെ ഭംഗി നമ്മൾ ഈ ക്യാമറയിൽ നിന്നും ഒതുങ്ങുന്നതല്ല, അത്രയും അടിപൊളി. നിങ്ങളത് വന്ന് നമ്മൾ കണ്ടാൽ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. പറഞ്ഞ് തീരാനൊന്നും എനിക്ക് വാക്കുകളില്ല. നമ്മുടെ ബസ് ഇവിടെ നാഷണൽ പാർക്കിൻ്റെ താഴ്വാരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി താഴെ ഒരു ടീ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് റിഫ്രഷ് ചെയ്യാൻ കയറി. ആ സമയത്ത് നമുക്ക് വരയാടിനെ ഡയറക്റ്റായിട്ട് കാണാൻ സാധിച്ചു. ആ മലയുടെ സൈഡിൽ കൂടിയൊക്കെ ഇറങ്ങി ഈ വിസിറ്റേഴ്സിനൊക്കെ കാണാൻ വേണ്ടി വരയാട് വന്നിരിക്കുകയാണ്. അപ്പോൾ വരയാടിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു സംരക്ഷണ കേന്ദ്രമാണ് നമ്മളുടെ ഇരവികുളം നാഷണൽ പാർക്ക്. ഇത് സംരക്ഷിത മൃഗമാണ്, അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളിൽ പെട്ടെന്നാണ് നമ്മളുടെ വരയാട് അഥവാ നീലഗിരി താർ. അപ്പോൾ ഇതിന് വരയാടെന്ന് പറയുന്നത് ഇതിൻ്റെ തമിഴിൽ നിന്നാണ് ഈ വാക്ക് വന്നത്. വര എന്ന് പറഞ്ഞാൽ പാറ. അപ്പോൾ ഈ പാറയിടുക്കുകളിലാണ് താമസിക്കുന്നത്. അപ്പോൾ വരയിൽ താമസിക്കുന്ന ആടായതുകൊണ്ട് ഇതിനെ വരയാടെന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ വരയാടെന്ന് പറയും. പിന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഈ ഇരവികുളം നാഷണൽ പാർക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ ഈ നാഷണൽ പാർക്കിൽ കണ്ട പ്രത്യേകത, ഇവിടെയുള്ള ഓരോ പുല്ലിനും ഓരോ ചെടികൾക്കും ഓരോ മരങ്ങൾക്കും വരെ അവർ കെട്ടിത്തിരിച്ച് അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിംസും അതിൻ്റെ എവിടെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ ഫ്ലവറിങ് സീസൺ എന്താണ്, അതങ്ങനത്തെ ഓരോ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ അവിടെ രേഖപ്പെടുത്തിയിട്ടിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ് നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സ് ഉൾപ്പെടുന്ന ഇരവികുളം നാഷണൽ പാർക്ക്.
ഇരവികുളം നാഷണൽ പാർക്കിൽ സഞ്ചാരികൾക്ക് പ്രവേശനം ഉള്ള സ്ഥലം ഇവിടം വരെയാണ്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പാടില്ല. ഇതൊരു വഴിയാണ്. പക്ഷെ ഇത് പോകുന്നത് രാജമല, ഈ പെട്ടിമല ദുരന്തം നടന്ന ഒരു സ്ഥലമില്ലേ, അതിലേക്കുള്ള ഏക വഴിയാണ് ഈ ഇരവികുളം നാഷണൽ പാർക്കിൽ കൂടിയുള്ള ഈ വഴി. അപ്പം നമുക്കാർക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് പ്രവേശനമില്ല. ഇതാണ് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും കാണുന്ന കാഴ്ച. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ തിരിച്ച് വീണ്ടും താഴെ എത്തിയപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ പ്രവേശിച്ചു. അവിടെ ഈ നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററിയും ഉണ്ട്. പിന്നെ അവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് ഈ മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററിയും വായിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പിൽ ഞങ്ങൾ കണ്ട മൂന്നാർ. പക്ഷേ മൂന്നാറിന് ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാന്തല്ലൂരുണ്ട്, മറയൂരുണ്ട്, മാട്ടുപ്പെട്ടി ഡാമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂന്നാർ ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻസിൽ എഴുതി അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.